AMMA തെരഞ്ഞെടുപ്പിൽ ചേരിതിരിഞ്ഞുള്ള പരസ്യപ്പോര് രൂക്ഷമാവുകയാണ്. സംഘടന പിളർപ്പിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ശക്തമാക്കുന്നതാണ് സാഹചര്യം. പരിധി വിട്ടുള്ള ആരോപണങ്ങളും പരാതികളും പ്രവഹിക്കുകയാണ്. ശ്വേതാ മേനോനെതിരായ പരാതിക്ക് പിന്നിൽ ബാബുരാജ് ആണെന്നാണ് ആരോപണം. ശ്വേതാ മേനോനെതിരായ കേസിനോട് വിയോജിക്കുന്നുവെന്ന് നടൻ ദേവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഒരു ശക്തി ശ്രമിക്കുന്നു. AMMയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നും ദേവൻ പറഞ്ഞു. 15-ാം തീയതി വരാൻ പോകുന്ന ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ എൻ്റെ ഒരു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നതിനേക്കാളേറെ അമ്മയുടെ ഒരു അംഗമാണ്, റെസ്പെക്റ്റബിൾ പേഴ്സണാണ് അവർ. അവർക്ക് ഇങ്ങനെ ഒരു 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 ദുരവസ്ഥ ഉണ്ടായപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും നടക്കുന്നതല്ല. അത് ഈ FIR എന്ന് പറഞ്ഞ സാധനം വെരി ബുൾഷിറ്റാണെന്ന് പറയും. ഇറ്റ്സ് നോൺസെൻസ്. അതൊന്നുമില്ല. ഇപ്പോൾ ഇത് കോടതിയിൽ പോയ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് വിവാദത്തിൽ പരാതിയുമായി ഒരു വിഭാഗം നടിമാർ രംഗത്തെത്തി. സൈബർ ആക്രമണത്തിനെതിരെ കുക്കു പരമേശ്വരൻ DGPക്ക് പരാതി നൽകി. അതേസമയം മെമ്മറി കാർഡ് വിവാദം ശ്രദ്ധ തിരിക്കാനാണ് എന്തുകൊണ്ട് നേരത്തെ പരാതി പറഞ്ഞില്ല എന്ന് മാലാ പാർവതി ചോദിച്ചു. ഒരു ഗ്രൂപ്പിന് അനുകൂലമായ സാഹചര്യം AMMയിൽ ഉണ്ടായിരുന്നുവെന്നും മാലാ പാർവതി പറഞ്ഞു. അമ്മയുടെ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് തോന്നാൻ കാരണം. അതിന് തൊട്ട് മുമ്പ് വന്ന നാസർ ലത്തീഫിനെതിരെയുള്ള വോയിസ് നോട്ട് ലീക്കാകലും പിന്നെ കുക്കു പരമേശ്വരനെതിരെ വന്ന മെമ്മറി കാർഡും നിലവിൽ നിന്ന് അത് മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതും കൂടെ വന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഒരുമിച്ചാണോ എന്നുള്ള സംശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു ഗ്രൂപ്പിന് അനുകൂലമായ സാഹചര്യം നിലനിന്നിരുന്നു. ഇവർ അമ്മയുടെ മക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ അജണ്ടകൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ സംശയിക്കുകയാണ്. കാരണം അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അല്ല. നമ്മൾ അവർ പറയുന്ന നറേറ്റീവ് മാത്രം അങ്ങ് എടുക്കണം. നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളങ്ങ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് വെള്ളരിക്കപ്പെട്ടണമെന്നുമല്ല അങ്ങനെ ചെയ്യാൻ. വിവരങ്ങളുമായി ലേബി സജീന്ദ്രനും റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. ലേബി സജീന്ദ്രൻ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. താരങ്ങളുടെ പോര് കോടതി കയറുന്നു, പരസ്പരം ആരോപണങ്ങളാകുന്നു, സമൂഹ മാധ്യമങ്ങൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പ്രതികരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ദേവന്റെ രംഗപ്രവേശം. ദേവന്റെ എതിർ സ്ഥാനാർത്ഥിയാണ് ശ്വേതാ മേനോൻ. പക്ഷേ ദേവൻ കൃത്യമായി ഇതിലൊരു സ്റ്റാൻഡ് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ ലേബി? ഗുഡ് ഈവനിങ് സുജയ. ദേവൻ സ്റ്റാൻഡ് എടുക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം, വളരെ ഡിപ്ലോമാറ്റിക് ആയൊരു സ്റ്റാൻഡാണത്. കാരണം ശ്വേതാ മേനോനെ അനുകൂലിച്ച് ആദ്യം തന്നെ രംഗത്ത് വന്ന ആളാണ് ദേവൻ. അതുമാത്രമല്ല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ശ്വേതയ്ക്ക് അനുകൂലമായി നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെ ബാബുരാജാണ് ഇതിന് പിന്നിൽ എന്ന് താൻ കരുതുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഒരു പക്ഷത്തും നിൽക്കാതെ കൃത്യമായ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡാണ് ദേവൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല താൻ വിജയിച്ചു വരികയാണെങ്കിൽ ഈ പറയുന്ന അരക്ഷിതാവസ്ഥയൊക്കെ മാറും എന്നുള്ളൊരു സൂചന ഭംഗ്യന്തരേണ നൽകുന്നുമുണ്ട്. അതേസമയം ഇന്ന് കുക്കു പരമേശ്വരൻ്റെ പരാതിയായാലും അതിനുശേഷം വന്ന പൊന്നമ്മ ബാബു അടക്കമുള്ളവരുടെ അമ്മയിലേക്കുള്ള AMMയിലേക്കുള്ള പരാതിയായാലും എല്ലാം പരാതി പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതി കയറിയിരിക്കുന്നു. ശ്വേതാ മേനോനെതിരെയുള്ള പരാതി, ശ്വേതാ മേനോൻ അതിനെതിരായി ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ആ കേസ് ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ഇത്തരത്തിൽ മെമ്മറി കാർഡിൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് വരുന്നു. ഇത് 2018 നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡിൻ്റെ ചർച്ച ഇപ്പോൾ പൊങ്ങി വന്നത് മാലാ പാർവതി ഇന്ന് പറയുന്നത് ഇത്തരത്തിൽ എവിടെയായിരുന്നു കഴിഞ്ഞ 7-8 വർഷങ്ങൾ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തുകൊണ്ട് ജനറൽ ബോഡിയിൽ ഉന്നയിച്ചില്ല എന്നുള്ളൊരു ആരോപണമാണ് അവർ ഇന്ന് ഉന്നയിച്ചത്. ഇത്തരത്തിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത ആരോപണങ്ങൾ ഉയരുന്നു. അതുമാത്രമല്ല സുജയ, തുടക്കം മുതൽ നമ്മൾ ഇതുവരെ AMMയുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു, എത്രയോ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അന്നൊന്നും കാണാത്ത രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ എല്ലാ ഭാഗത്തും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് AMMയുടെ കെട്ടുറപ്പ് എന്താകും എന്നുള്ളൊരു ആശങ്ക കൂടി നെടുകെ പിളരുമോ ഈ തെരഞ്ഞെടുപ്പോടെ? ഒരാഴ്ച കൂടിയുള്ളൂ തെരഞ്ഞെടുപ്പിന്. നെടുകെ പിളരുമോ? അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്.